ഹലോ ഗായ്സ്, മലയാളി മെഡിക്കോസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് SPMൻ്റെ ക്വിക്ക് റിവിഷൻ നോക്കിയാലോ? ഓക്കെ, നോക്കാം. ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഇല്ലേ, അതിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ആൻഡ് ആൻ എബിലിറ്റി ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. ഡിസീസ് എന്ന് പറയുമ്പോൾ ഡീവിയേഷൻ ഫ്രം നോർമൽ ഫങ്ഷനിങ് ഓഫ് ബോഡി. ഹെൽത്ത് ആൻഡ് ഡിസീസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഡിസീസിൻ്റെ ഔട്ട്കംസ് വേരിയബിളാണ്. മേ ബി ഡിസബിലിറ്റി ആവാം, ഓർ ഡെത്ത് ആവാം, റിക്കവറി ആവാം എന്നും വരാം. ഡിസീസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡിസ്ഫങ്ഷനാണ്. എന്നാൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ ഹു ഫീൽസ് അവെയർ ഓഫ് ബീയിങ് നോട്ട് വെൽ. അങ്ങനെ സിക്നെസ് എന്ന് അപ്പോൾ ഡിസീസും ഇൽനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ ഡിസ്ഫങ്ഷനാണ് ഡിസീസ്. ഇൽനെസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ ഹൂ ഫീൽസ് അവെയർ ഓഫ് നോട്ട് ബീയിങ് വെൽ. ഇനി നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലെവൽ ഓഫ് ലിവിങ്, അതാണ് മെയിൻ ഒരു ഫാക്ടറായിട്ട് നമ്മൾ അതാ പറയുക. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലെവൽ ഓഫ് ലിവിങ്, ഇതെന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ക്ലോത്തിങ്, അതുപോലെ ഫുഡ്, ഹൗസ്, എഡ്യൂക്കേഷണൽ ലെവൽ, ഒക്യുപ്പേഷണൽ ലെവൽ, വർക്കിൻ്റെ കണ്ടീഷൻ, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി, അതൊക്കെ അതിൽ പെടും. ഇത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓർ ലെവൽ ഓഫ് ലിവിങ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് സബ്ജക്റ്റ് പെർസെപ്ഷൻ. പിന്നെ വേറൊന്നാണ് ഹാപ്പിനെസ്, അൺഹാപ്പിനെസ്. ക്വാളിറ്റി ഓഫ് ലൈഫിൽ പെടുന്നതാണ് ഹാപ്പിനെസ്, അൺഹാപ്പിനെസ്. അത് സബ്ജക്റ്റ് പെർസെപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ വേറെ പറയുന്നുണ്ട് PQLI, HDI. PQLI എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. HDI എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. പിന്നെ നമ്മൾ പറയും ഈ ടു റെഡ്യൂസ് ദി മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഓർ ഡിസബിലിറ്റി ഡ്യൂ ടു ഡിസീസ് കാരണമുള്ള മോർബിഡിറ്റി, മോർട്ടാലിറ്റി, ഡിസബിലിറ്റി ഒക്കെ കുറക്കാനും എന്ത് വേണം? നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവണ്ടേ? നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും PQLIയും ഇല്ല. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ 3 കോമ്പണൻസ്: ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, ഇൻകം, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആൻഡ് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. ഇനി PQLIയിലുള്ള 3 കോമ്പണൻസ് ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് 1 ഇയർ, HDIയിൽ അറ്റ് ബർത്ത് ആയിരുന്നു, PQLIയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് 1 ഇയർ, പിന്നെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ ലിറ്ററസി റേറ്റ്. ഇനി നമ്മൾ ഇതിൻ്റെ റേഞ്ച് പറയുമ്പോൾ HDI ആകുമ്പോൾ 0 to 1 ആണ്, എന്നാൽ PQLI 0 to 100. പിന്നെ വാല്യൂ ഇൻ ഇന്ത്യയുടെ വാല്യൂ HDIയിൽ നോക്കുമ്പോൾ 0.63 ആണ്, PQLI 0.64, HDIയിൽ PQLI 65th. PQLI does not consider the per capita income, so PQLI cannot measure the economic growth. PQLI can measure the effect of political, economic and social policies, but cannot measure the economic growth. ഇനി മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്. മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ മെഷർ ഓഫ് അക്യൂട്ട് പോവേർട്ടി കവറിങ് ഓവർ 100 ഡെവലപ്പിംഗ് കൺട്രീസ്. അസസസ് പോവേർട്ടി അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ. ഇനി സ്പെക്ട്രം ഓഫ് ഹെൽത്ത്, അത് മാത്രമായിട്ട് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാറുണ്ട്. സ്പെക്ട്രം ഓഫ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെ വരും? ഹെൽത്തിൻ്റെ ഒരു സ്പെക്ട്രം അല്ലേ? ഹെൽത്ത് ആൻഡ് ഡിസീസ് ലൈ അലോങ് എ സ്പെക്ട്രം. ഹെൽത്ത് ഈസ് എ ഡൈനാമിക് ഫിനോമിനോൺ, നോട്ട് എ സ്റ്റാറ്റിക്, പ്രോൺ ടു കണ്ടിന്യൂസ് ചേഞ്ച്. ട്രാൻസിഷൻ ഫ്രം ഒപ്റ്റിമം ഹെൽത്ത് ടു ഇൽ ഹെൽത്ത് ഈസ് മോസ്റ്റ്ലി ഗ്രാജുവൽ ആണ്. ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഡെത്ത്, ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് സ്പെക്ട്രം പോസിറ്റീവ് ഹെൽത്ത്. നമ്മളിതിൻ്റെ സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ പോസിറ്റീവ് ഹെൽത്ത്, ദെൻ ബെറ്റർ ഹെൽത്ത്, ഫ്രീ ഫ്രം സിക്നസ്, അപ്പാരൻ്റ്ലി നോർമൽ എന്ന് വെച്ചാൽ ഒപ്റ്റിമം ഹെൽത്ത്, പിന്നെ അൺറെക്കഗ്നൈസ്ഡ് സിക്നസ്, മൈൽഡ് സിക്നസ്, മോഡറേറ്റ് ടു സിവിയർ സിക്നസ്, ഡെത്ത്. ഇനി എപ്പിഡെമിയോളജിക്കൽ ട്രയാഡ്. എപ്പിഡെമിയോളജിക്കൽ ട്രയാഡ് എന്ന് പറയുമ്പോൾ മെയിൻലി 3 ഫാക്ടേഴ്സ്: ഏജൻറ്റ്, ഹോസ്റ്റ്, എൻവയോൺമെൻറ്റ്. 3ഉം ബാലൻസായി നിൽക്കണം. ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഏജൻ്റ് ഉണ്ട്, ഫിസിക്കൽ ഏജൻ്റ് ഉണ്ട്, കെമിക്കൽ ഏജൻ്റ് ഉണ്ട്. ബയോളജിക്കൽ ഏജൻറ്റ് മീൻസ് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്, അതൊക്കെ. കെമിക്കൽ ഏജൻറ്റ് എന്ന് പറയുമ്പം എക്സോജിനസും എൻഡോജിനസും. പിന്നെ ഫിസിക്കൽ ഏജൻറ്റ്സ് എയർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതൊക്കെ. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഹു ഹാർബേഴ്സ് ദി ഇൻഫെക്ഷൻ. അപ്പോൾ ആ ഹോസ്റ്റിൻ്റെ ഏജ്, ജെൻഡർ, ആ കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. മീൻസ് ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ, പിന്നെ ഏജൻറ്റ് ഫാക്ടേഴ്സിനോട്ടുള്ള റെസ്പോൺസ് എന്താണ്, സസെപ്റ്റിബിലിറ്റി എന്താണ്, അതൊക്കെ പറയണം. പിന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, ബയോളജിക്കൽ, സ്ട്രക്ചറൽ ഫാക്ടേഴ്സ്. ബാലൻസ് ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഏജൻറ്റ്, ഹോസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് പ്ലേ എ റോൾ ഇൻ ഡിസീസ് കോസേഷൻ.
പിന്നെ ഇത് നമ്മൾ ചുമ്മാ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഓർഗാനിസം വിച്ച് ട്രാൻസ്മിറ്റ് ദി ഇൻഫെക്ഷൻ ബൈ കൺവേയിങ് ദി പാത്തജൻ ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ വിത്തൗട്ട് കോസിങ് ദി ഡിസീസ് ഇറ്റ് സെൽഫ്. ഇനി എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് വേറെയാണ്, ട്രയാങ്കിൾ വേറെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടൈമും കൂടെ ആഡ് ചെയ്താൽ ട്രയാങ്കിളായി. ഏജൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, കോസിറ്റീവ് ഫാക്ടേഴ്സ്, റിസ്ക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ എക്സ്പോഷേഴ്സ്, അതൊക്കെ. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ പേഴ്സൺ ക്യാരക്ടറിസ്റ്റിക്, ഗ്രൂപ്പ് ആൻഡ് പോപ്പുലേഷൻ ഡെമോഗ്രാഫിക്സ്, എൻവയോൺമെൻറ്റൽ പ്ലേസ് ക്യാരക്ടറിസ്റ്റിക്, ബയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ എൻവയോൺമെൻറ്റ്സ്. ടൈം ക്യാരക്ടറിസ്റ്റിക്, ഇൻക്യുബേഷൻ, ലേറ്റൻസി, ലെങ്ത് ഓഫ് ഡിസീസ് പ്രോസസ്സ്. ഇപ്പോൾ യൂസസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കബിൾ ആസ് വെൽ ആസ് നോൺ കമ്മ്യൂണിക്കബിൾ ഓർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഓഫർ മൾട്ടിപ്പിൾ അപ്രോച്ച് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസ്, ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ കൺട്രോൾ. ഇനി വെബ് ഓഫ് കോസേഷൻ എന്ന് പറയുന്നതാണ് മക്മോഹൻ ആൻഡ് പുഗ് എന്ന് പറയുന്നത്. സംഭവമൊന്നുമില്ല, ക്രോണിക് ഡിസീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ഡിസീസ് ഒക്യൂർസ് ആസ് ആൻ ഔട്ട്കം ഓഫ് കോംപ്ലക്സ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്. അപ്പം ആ എല്ലാ ഫാക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. നമ്മൾ സംടൈംസ് റിമൂവൽ ഓഫ് ജസ്റ്റ് വൺ കീ ലിങ്ക് ഹെൽപ്സ് ഇൻ ഡിസീസ് കൺട്രോൾ. ഏതെങ്കിലും ഒരു കീ ലിങ്കിനെ പിടിച്ചിട്ട് അതിനെ ഒഴിവാക്കിയാൽ മതി, ഡിസീസ് കൺട്രോൾ ആയിക്കോളും. അല്ലാതെ മൊത്തം ഫാക്ടേഴ്സിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഡു നോട്ട് ക്യാരി ഈക്വൽ വെയ്റ്റ്. ദിസ് മോഡൽ ഈസ് ഐഡിയലി സ്യൂട്ടഡ് ഫോർ സ്റ്റഡി ഓഫ് ക്രോണിക് ഡിസീസസ്. ഇനി നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഹൗ എ ഡിസീസ് ഇവോൾവ്സ് ഓർ പ്രോഗ്രസസ് വിത്ത് ടൈം വിത്തൗട്ട് എനി ഇൻ്റർവെൻഷൻ, ബെസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കൊഹോർട്ട് സ്റ്റഡീസ്, യൂസ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദി പാത്തോജനിക് ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ഫോർ അപ്ലിക്കേഷൻ ഓഫ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അപ്പോൾ നമ്മൾ മെയിൻലി എന്തൊക്കെ, ഇപ്പോൾ ഒരു ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോകും അതാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ പ്രീ പാത്തോജനിക് സ്റ്റേജ്, അതാണ് സ്റ്റേജ് ഓഫ് സസെപ്റ്റിബിലിറ്റി. പിന്നെ സ്റ്റേജ് ഓഫ് സബ് ക്ലിനിക്കൽ ഡിസീസ്, സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ഡിസീസ്, സ്റ്റേജ് ഓഫ് റിക്കവറി, ഡിസബിലിറ്റി ഓർ ഡെത്ത്. അപ്പോൾ ഫസ്റ്റ് എന്താ, പ്രീ പാത്തോജനിക് സ്റ്റേജിലുള്ളതാണ് സ്റ്റേജ് ഓഫ് സസെപ്റ്റിബിലിറ്റി. അതിലെന്താ വരിക, അപ്പോൾ നമ്മൾ അത് പ്രീ പാത്തോജനിക് ഫേസ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ മതി വെച്ചാൽ ലൈക്ക് ഹെൽത്ത് പ്രൊമോഷൻ, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, അതൊക്കെ ചെയ്താൽ മതി. ഇനി സെക്കൻഡ് സ്റ്റേജ് ഓഫ് സബ് ക്ലിനിക്കൽ ഡിസീസ് എന്നുവെച്ചാൽ സബ് ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ നോ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഏർലി പാത്തോജനിക് ഫേസ് ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ചെയ്യാം, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ലേറ്റ് പാത്തോജനിക് ഫേസ് ആണ്, കാരണം സൈൻസും സിംറ്റംസും ഒക്കെ ഉണ്ട്, ഡിസീസ് ഉണ്ടായി. സോ ടേർഷ്യറി ലെവൽ ഓഫ് പ്രിവെൻഷൻ, ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ലാസ്റ്റ് സ്റ്റേജാണ് സ്റ്റേജ് ഓഫ് റിക്കവറി ഓർ ഡിസബിലിറ്റി ഓർ ഡെത്ത്. ഓക്കെ, ഇനി നമുക്ക് ഡിസീസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ മെയിൻലി അതൊരു 6 സ്റ്റേജിലൂടെ കടന്നു പോവാം. ഇൻക്യുബേഷൻ, പ്രോഡ്രോം, ഫാസ്റ്റിഗ്യുവം, ഡിഫർവസെൻസ്, കൺവാലസെൻസ്, ഡിഫെക്ഷൻ. അപ്പോൾ അതിൽ ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോൾ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ എൻട്രി ഓഫ് ആൻ ഇൻഫെക്റ്റീവ് ഓർഗാനിസം ഇൻ ബോഡി ഓഫ് ഹോസ്റ്റ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഫസ്റ്റ് സിംറ്റം ഓർ സൈൻ, അതാണ് ഇൻക്യുബേഷൻ. പിന്നെ പ്രോഡ്രോം എന്ന് പറഞ്ഞാൽ പീരിയഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദി ഓൺസെറ്റ്, ക്യാരക്ടറൈസ്ഡ് ബൈ, ഇതിൽ സിംറ്റംസ് ഒന്നും ഇല്ല, നോൺ സ്പെസിഫിക് സിംറ്റംസ് ആണ്. സോ ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ് അറ്റ് ദിസ് സ്റ്റേജ്, പേഷ്യൻറ്റ് റിമൈൻസ് ഇൻഫെക്റ്റീവ് ടു അതേഴ്സ്. പിന്നെ ഫാസ്റ്റിഗ്യുവം, പേരിൽ തന്നെ ഉണ്ട് ഫാസ്റ്റ് ആയിട്ട്, ഫാസ്റ്റിഗ്യുവം സ്റ്റേജ് ഡ്യൂറിങ് വിച്ച് ക്ലാസിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡിസീസ് ആർ പ്രസൻറ്റ്, പേഷ്യൻറ്റ് ബിക്കംസ് മാക്സിമം ഇൻഫെക്റ്റീവ് ടു അതേഴ്സ്. ഇനി ഡിഫർവസെൻസ് എന്ന് പറയുമ്പോൾ സിംറ്റംസ് ഒക്കെ ഡിക്ലൈൻ ആവുന്ന ആ ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞ് കൺവാലസെൻസ് പേഷ്യൻറ്റ് റിക്കവേർഡ് ഫ്രം ഇൽനെസ് പ്രോപ്പർലി ബട്ട് ടു എക്സോസ്റ്റഡ് ഓർ വീക്ക്, അയാൾക്ക് നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡിഫെക്ഷൻ എന്ന് പറയുമ്പോൾ പക്ഷേ ഈ കൺവാലസെൻസ് സ്റ്റേജിലും പേഷ്യൻറ്റിന് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരിലോട്ട് ഇൻഫെക്ഷൻ കൊടുക്കാം. ഇനി ഡിഫെക്ഷൻ എന്ന് പറയുമ്പോൾ പാത്തോജനിക് സ്കിൽഡ് ഓഫ് ഓർ ബ്രോട്ട് ഇൻ ടു റെമിഷൻ. ഓക്കെ, ഇനി ഐസ്ബർഗ് ഫിനോമിനോൺ എന്ന് പറയുമ്പോൾ ഡിസീസ് ഇൻ ദി കമ്മ്യൂണിറ്റി മേ ബി കമ്പയർഡ് ടു ഒരു ഐസ്ബർഗ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഫ്ലോട്ടിംഗ് ടിപ്പും ഉണ്ട്, വാസ്റ്റ് സബ്മേർജ്ഡ് പോർഷനും ഉണ്ട്. ഫ്ലോട്ടിംഗ് ടിപ്പ്, വാട്ട് ഡസ് ദി ഫിസിഷ്യൻ സീ ഇൻ കമ്മ്യൂണിറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് വാസ്റ്റ് സബ്മേർജ്ഡ് പോർഷൻ ഇല്ലേ, അതെന്നാ ഹിഡൻ മാസ് ഓഫ് ഡിസീസ് എന്ന് വെച്ചാൽ ഇന്നപ്പാരൻ്റ് ആയിട്ടുള്ള പ്രീ സിംറ്റോമാറ്റിക് ആയിട്ടുള്ള അൺഡയഗ്നോസ് ആയിട്ടുള്ള കേസസ് ഒക്കെ അതിൽ വരാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലോട്ടിംഗ് ടിപ്പിൻ്റെയും വാസ്റ്റ് സബ്മേർജിൻ്റെ ഇടയിലുള്ളത് അതെന്താ, ലൈൻ ഓഫ് ഡിമാർക്കേഷൻ, വാട്ടർ സർഫേസ് ഈസ് ബിറ്റ്വീൻ അപ്പാരൻറ്റ് ആൻഡ് ഇന്നപ്പാരൻറ്റ് ഇൻഫെക്ഷൻസ്. Epidemiologist is concerned with the hidden portion of iceberg, whereas clinician is concerned with the tip of iceberg.
ഓക്കെ. അപ്പോൾ സ്ക്രീനിങ് ഈസ് ഡൺ ഫോർ ഹിഡൻ പോർഷൻ ഓഫ് ഐസ്ബർഗ്. ഡയഗ്നോസിസ് ഈസ് ഫോർ ടിപ്പ്. ടിപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് ഫിസീഷ്യൻസ് ഈസ് സബ്മേർജ്ഡ് കൺസേൺ ടു എപ്പിഡമിയോളജിസ്റ്റ് നോട്ട് ഷോൺ ബൈ പിന്നെ ഈ ഐസ്ബർഗ് ഫിനോമിന ഇറ്റ്സ് നോട്ട് ഷോൺ ബൈ റാബീസ്, ടെറ്റനസ്, മീസിൽസ്, റുബെല്ല. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് കാർസിനോമ, TB, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, HIV ഇവരൊക്കെ എന്ത് ചെയ്യും? ഐസ്ബർഗ് ഫിനോമിനെ ഫോളോ ചെയ്യും. ഇനി കൺസെപ്റ്റ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് വിത്ത് ഇൻ്റർവെൻഷൻ, വിത്ത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പം ലെവൽ ഓഫ് പ്രിവെൻഷൻസ് പ്രൈമോഡിയൽ ലെവൽ, പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ, ടേഴ്ഷ്യറി ലെവൽ. പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി. പ്രൈമോഡിയൽ ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ബിഫോർ ദി എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടർ. റിസ്ക് ഫാക്ടർ വരുന്നതിന് മുന്നേ. മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനും മാസ് എഡ്യൂക്കേഷനും രണ്ടും പറ്റും. ഇത് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമോഡിയൽ ലെവൽ ഈസ് ബെസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾ എന്താ? പ്രിവെൻഷൻ ഓഫ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി. ഇനി സെക്കൻഡ് ഏതാ? പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ. റിസ്ക് ഫാക്ടർ ഈസ് പ്രസൻറ്റ്, ഡിസീസ് ഈസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. ഡിസീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, റിസ്ക് ഫാക്ടർ പ്രസൻ്റ് ആണ്. അതാണ് പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്താൽ എന്ത് ചെയ്യുക? ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. So, incidence of disease can reduced by primary level of prevention. Modes of interventions ഏതൊക്കെയാണ്? ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുമ്പം എനേബിളിംഗ് പീപ്പിൾ ടു ലീഡ് എ ഹെൽത്തി ലൈഫ് ലൈക്ക് വി വിൽ ഗിവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻസ്, ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻസ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. ഇനി സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് യൂസ് ഓഫ് ഹെൽമെറ്റ്, കോൺട്രസെപ്ഷൻ, വാക്സിൻസ് അതൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ. ഇനി സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ. സെക്കൻഡറി ലെവൽ എന്ന് പറയുമ്പോൾ ഡിസീസ് ഈസ് സ്റ്റാർട്ടഡ്, നോ കോംപ്ലിക്കേഷൻസ്. വെച്ചാൽ ഡിസീസ് റിവേഴ്സിബിൾ ആണെന്ന് മനസ്സിലാക്കാം. റെഡ്യൂസ് ദി പ്രിവാലൻസ് ഓഫ് ഡിസീസ് ബൈ ഷോർട്ടനിങ് ദി ഡ്യൂറേഷൻ. എങ്ങനെ? മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എങ്ങനെ? ലൈക്ക് ഇപ്പം സ്പൂട്ടം സ്മിയർ എക്സാമിനേഷൻ ഫോർ AFB. പിന്നെ എന്താ പറയുക? ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഡോട്ട്സ്, MDT അങ്ങനെയൊക്കെ അതൊക്കെ പറയാം. ഇനി ടേഴ്ഷ്യറി ലെവൽ എന്ന് പറയുമ്പോൾ ഡിസീസ് പ്രോഗ്രസ് ടു എ സ്റ്റേജ് ഓഫ് ഇറിവേഴ്സിബിലിറ്റി, റെഡ്യൂസ് ഇമ്പാക്റ്റ് ഓഫ് കോംപ്ലിക്കേഷൻ. മോഡ് ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെൻറ്റ് ദി ട്രാൻസിഷൻ ഓഫ് ഡിസീസ് ഫ്രം ഇമ്പയർമെൻറ്റ് ടു ഹാൻഡിക്യാപ്പ്. എക്സാമ്പിൾ എന്താ? ഫിസിയോതെറാപ്പി. പോളിയോമൈലൈറ്റിസിൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണത്. പിന്നെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്നാ? സർജിക്കൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ബ്രസ്റ്റ് ഒക്കെ അതിൽപ്പെടും. എന്താ എക്സാമ്പിളായിട്ട് പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി. അറ്റ് റിസ്കിലാണ് പ്രൈമറി. ഓക്കെ. സെക്കൻഡറി ഏർലി ഓർ അസിംപ്റ്റോമാറ്റിക് ഡിസീസ്. ടേഴ്ഷ്യറി പ്രിവെൻഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഡിസീസ്. സ്ട്രാറ്റജി നമ്മൾ കാണാമല്ലോ. പ്രൈമറിയിൽ വെക്റ്റർ കൺട്രോൾ, പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്മിഷൻ ബൈ ട്രാൻസ്ഫ്യൂഷൻ, പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻ്റൽ ട്രാൻസ്മിഷൻ, പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്മിഷൻ ബൈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. സെക്കൻഡറിയിൽ എന്തൊക്കെയാണ്? കേസ് ഫൈൻഡിങ്, ഏർലി ഇൻ്റർവെൻഷൻ, പീരിയോഡിക് ഹെൽത്ത് എക്സാമിനേഷൻ. ടേഴ്ഷ്യറിയിൽ ആൻറ്റി പാരസൈറ്റിക് ട്രീറ്റ്മെൻറ്റ്, സിംറ്റോമാറ്റിക് അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്രൂഡ് ഡെത്ത് റേറ്റ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ലൈഫ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്, MMR അതൊക്കെ വരാം. ഇനി മോർബിഡിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പം ഇൻസിഡൻസിനെയും പ്രിവാലൻസിനെയും കുറിച്ച് പറയാം. അപ്പം ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം കുറച്ച് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ പറയാം. ക്രൂഡ് ഡെത്ത് റേറ്റ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ലൈഫ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, MMR, അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇനി മോർബിഡിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഇൻസിഡൻസിനെയും പ്രിവാലൻസിനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡിസബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ പറയാം. എന്ന് വെച്ചാൽ ബെഡ് ഡിസബിലിറ്റി ഡേയ്സ്, വർക്ക് ലോസ് ഡേയ്സ് അതൊക്കെ അതിൽ വരും. പിന്നെ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ആരൊക്കെ പറയാം? ഹൗസിങ്, ഫാമിലി സൈസ്, ലിറ്ററസി റേറ്റ്, ഗ്രോത്ത് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ആന്ത്രപ്പോമെട്രിക് മെഷേഴ്സ്, ലോ ബർത്ത് വെയ്റ്റ്. പിന്നെ ഹെൽത്ത് കെയർ ഡെലിവറി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ, ഡോക്ടർ നേഴ്സ് റേഷ്യോ, പോപ്പുലേഷൻ ബെഡ് റേഷ്യോ അതൊക്കെ ഹെൽത്ത് കെയർ ഡെലിവറി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയാം. ന്യൂട്രീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എന്തൊക്കെ? ആന്ത്രപ്പോമെട്രിക് മെഷേഴ്സ്, ലോ ബർത്ത് വെയ്റ്റ്. പിന്നെ യൂട്ടിലൈസേഷൻ റേറ്റ്സ് ആയിട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഇൻഫാൻറ്റ്സ് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ടു 6 ഡിസീസസ്, പ്രൊപ്പോർഷൻ ഓഫ് അതുപോലെ
പ്രഗ്നൻറ്റ് വുമൺ ഹു റിസീവ് ആൻറ്റിനാറ്റൽ കെയർ, ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ, അതൊക്കെ പറയാം. ഇനി നമുക്ക് ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സ്. ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റിഫ്ലക്ട് ദി ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് കമ്മ്യൂണിറ്റി, കമ്പയർ ദി ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ടു അസസ്. ഇതിപ്പം ഒന്ന് ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യും ആ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ. പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി തമ്മിലൊരു കമ്പാരിസൺ. പിന്നെ ടു അസസ് ദി ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് കമ്മ്യൂണിറ്റി, ടു അലോക്കേറ്റ് റിസോഴ്സസ്, monitoring and evaluation of health care services, to monitor whether objectives and target of a program being achieved or not. പിന്നെ ഹെൽത്ത് ഇൻഡിക്കേറ്റർ വേരിയബിളാണ്. ഇപ്പം ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ വിച്ച് റിഫ്ലക്ട് ചേഞ്ച്. എന്നാൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കൂടിയ സംഭവമാണ് ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അമാൽഗമേഷൻ ഓഫ് ഇൻഡിക്കേറ്റർ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ പറയാം? വാലിഡിറ്റി, റിലയബിലിറ്റി, സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, ഫീസിബിലിറ്റി, റെലവൻറ്റ്, അതൊക്കെ പറയാം. പിന്നെ വേറൊന്നാണ് ICD-11 ചുമ്മാ അറിഞ്ഞിരിക്കുക, കാരണം കുറേ പ്രാവശ്യം ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചത്. ICD-11 എന്താ? ICD എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഫോർ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഫോർ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്, WHO ആണ് ഇതിൻ്റെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പം 11 എന്നല്ല, അപ്പോൾ 11th എഡിഷൻ ഹാസ് 3 volumes, 26 chapters. അഡ്വാൻറ്റേജ് പറയുന്നത് മോർ കോംപ്രിഹെൻസീവ് ഫോർ യൂസ്, റിഫ്ലക്ട് കറൻറ്റ് മെഡിക്കൽ ടെർമിനോളജി, ഗ്രേറ്റർ ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി വിത്ത് നോ കൺട്രി സ്പെസിഫിക് വേരിയേഷൻ. അപ്പോൾ എന്നാ പറഞ്ഞത്? ഈ യൂസിന് മോർ കോംപ്രിഹെൻസീവ് ആണ്, റിഫ്ലക്ട് കറൻറ്റ് മെഡിക്കൽ ടെർമിനോളജി, ഗ്രേറ്റർ ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി വിത്ത് നോ കൺട്രി സ്പെസിഫിക് വേരിയേഷൻ. ഓക്കെ, താങ്ക് യു.